ഈ പറയുന്ന അനുഭവം നമ്മുടെ ഗ്രൂപ്പിലെ അശോകേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. അശോകേട്ടന് വേണ്ടിയല്ല, അശോകേട്ടൻ്റെ അമ്മയുടെ ആത്മാവിന് വേണ്ടിയിട്ട്. ഒരു വല്ലാത്തൊരനുഭവം, എന്താ പറയേണ്ടതെന്നറിയില്ല. എല്ലാവരും കേൾക്കണം കേട്ടോ. ശ്രീകാന്ത് സാർ, നമസ്കാരം. ഞാൻ നമ്മുടെ ഗ്രൂപ്പിലെ അശോകൻ പരവൂർ. ഈ അനുഭവം എഴുതുന്നത് വളരെ ദുഃഖത്തോടെയാണ്. എൻ്റെ അമ്മ വലിയൊരു ശ്രീകൃഷ്ണ ഭക്തയാണ്. എല്ലാ ദിവസവും ഭഗവാന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കും. നമുക്ക് ഓർമ്മയുള്ള കാലം മുതൽ ഭഗവാന് മാല കെട്ടി വിളക്ക് കത്തിക്കും. ഇപ്പോൾ അമ്മയ്ക്ക് പ്രായമായി 84 വയസ്സായി. ഒരു ദിവസം പോലും മുടക്കമില്ലാതെ എല്ലാ ദിവസവും ഭഗവാന് വിളക്ക് കത്തിക്കും, നാരായണീയം ചൊല്ലും. പെട്ടെന്ന് അമ്മയ്ക്ക് വയ്യാതായി. പിന്നെ 40 ദിവസം ICUവിൽ ആയിരുന്നു, ആശുപത്രിയിൽ. പെട്ടെന്ന് അസുഖം കൂടി. ഞാൻ നാരായണീയം വായിച്ചു തുടങ്ങി. എല്ലാ ദിവസവും നാരായണീയം വായിക്കും. മനസ്സിന് വലിയ സന്തോഷമുണ്ട് നാരായണീയം വായിച്ചെന്ന് തീരുന്ന ദിവസം. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, അമ്മ നാരായണത്തിൽ ലയിക്കാൻ സമയമായി. ഞാനിന്ന് നാരായണീയം വായിച്ച് തീരുകയാണ്. ഇന്ന് അമ്മയെ ഭഗവാൻ കൊണ്ടുപോകും. ഉടൻ തന്നെ മൂത്ത മകനെ വിളിച്ചു വരുത്തി ആശുപത്രിയിൽ കൊണ്ടുപോയി അമ്മയെ കാണിച്ചു. ഭാര്യ മകനോട് പറഞ്ഞു, നിന്റെ അച്ഛന് തലയ്ക്ക് സുഖമില്ല. എൻ്റെ മനസ്സ് പറഞ്ഞു, ഇന്ന് സ്വർഗവാതിൽ ഏകാദശിയാണ്, അമ്മ സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞതുപോലെ ആ രാത്രി അമ്മ ഭഗവാന്റെ അടുത്തേക്ക് പോയി. ഭാര്യ ഇത് കണ്ട് അത്ഭുതം തോന്നി. ചില നേരങ്ങളിൽ ഭഗവാൻ വിളിച്ചാൽ വിളി കേൾക്കും. നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും എപ്പോഴും ഭഗവാൻ കൂടെയുണ്ടാവും. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഭഗവാന്റെ ഭക്തനായി ജനിക്കണം. വേറെ ഒരു ആഗ്രഹവും ഇല്ല. എന്താ കഥ. സ്വർഗവാതിൽ ഏകാദശിയുടെ അന്ന് മകൻ പറയാണ്, അമ്മ ഇന്ന് ഭഗവാനിൽ ലയിക്കുമെന്ന്. അതങ്ങനെ സംഭവിച്ചു. അതങ്ങനെ സംഭവിക്കുള്ളൂ. വായിച്ചത് നാരായണീയമാണ്, കൃഷ്ണഭക്തിയാണ്, എത്ര കാലങ്ങളായിട്ട് മാല കിട്ടുന്നതാണ്. ഞാനത് അശോകേട്ടൻ പറഞ്ഞപ്പോൾ ഇത് ഇന്നലെ എനിക്ക് അയച്ചു തന്ന അനുഭവമാണ്. അത് ഇന്ന് തന്നെ പറയണമെന്ന് തോന്നി. അതിൻ്റെ ഒരു ഫീൽ അതിലുണ്ട്. അത് ലേറ്റാക്കാൻ പറ്റില്ല. അപ്പം ഇതിനു മുന്നേ അയച്ചു തന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. ആരും പരിഭവിക്കരുത്. എല്ലാവരും എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഞാനങ്ങ് പറയൂ ഒരു ദിവസം. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ അശോകേട്ടൻ ഗ്രൂപ്പിലുള്ളതാണ്, എനിക്ക് പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിട്ട് വരാൻ പറ്റുന്നവർ ജോയിൻ ബട്ടണിലൂടെ വരിക. ഹരേ കൃഷ്ണ.